ഗവൺമെൻറ് സ്ഥാപനത്തിലല്ലാതെ പ്രൈവറ്റ് സ്ഥാപനത്തിലൊന്നും ഇന്നേ വരെ ഞാൻ പൈസ നിക്ഷേപിച്ചിട്ടില്ല. അല്ല, നിങ്ങൾക്ക് ഈ UC കമ്പനി നിക്ഷേപിച്ചിട്ട് എല്ലാ മാസവും കൃത്യമായി പലിശ കിട്ടുന്നു എന്ന് പറയുന്നത് സത്യമാണോ? പിന്നെ ഞാൻ 3 വർഷം മുമ്പേ 1 ലക്ഷം രൂപ UC കമ്പനിയിൽ നിക്ഷേപിച്ചതാ. കൃത്യമായി 16,000 രൂപ വെച്ച് പലിശ എല്ലാ മാസവും കിട്ടുന്നതാ. അടുത്ത മാസം ഞാൻ 2 ലക്ഷം ഇടാൻ പോകുന്നതാ. പക്ഷേ കമ്പനി നഷ്ടത്തിലാവോ? ഈ കമ്പനി ഒരിക്കലും നഷ്ടത്തിലായിരിക്കൂല. നല്ല ലാഭത്തിലോടുന്ന കമ്പനിയാടാ. അല്ല, ഈ 3 വർഷമായി നിങ്ങൾ ഇങ്ങനെ നിക്ഷേപിച്ച കാര്യം എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല അത് ഞാൻ വിട്ടുപോയതാടാ. അല്ല, ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കമ്പനിയെ കുറിച്ച് കേട്ടിട്ടില്ല. അല്ല, സംഭവം നല്ല കമ്പനിയാടാ. ഇത്രയും പലിശ കിട്ടുന്നുണ്ടല്ലേ? പിന്നെ എനിക്കറിയാവുന്ന എത്രയോളം നിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ വീടിനായി എടുത്ത വായ്പയാണ് ഈ കമ്പനിയിൽ മൊത്തമായി നിക്ഷേപിക്കുന്നത്. 20 ലക്ഷം രൂപ. അത് റിസ്ക് ആവുമോ? ഏയ്, ഒരു റിസ്കുമില്ലടാ. നീ ധൈര്യത്തിൽ നിക്ഷേപിച്ചോ. ഞാൻ ഗ്യാരണ്ടി. കേരളത്തിൽ എത്രയോ ശാഖയുണ്ടടാ അവർക്ക്. ഉറപ്പാണോ? ഹായ് അനീഷ്, ആ, എന്തായി തീരുമാനം? അത് ഞാൻ ഈ വിഷയം ഡിസ്കസ് ചെയ്തിട്ടോ. അച്ഛനും എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് അനീഷ. അവരെല്ലാം ശക്തമായി ഇതിനെ എതിർക്കുന്നു. എനിക്ക് ആകെ കൺഫ്യൂഷൻ ആവുന്നു. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ കമ്പനിയെ കുറിച്ച് അവർക്ക് യാതൊരു വിവരവും ഇല്ല. അതാണ് അവരുടെ പ്രശ്നം. 6 മാസം കൊണ്ട് പണം ഇരട്ടിയാവുമ്പോൾ അവര് വിശ്വസിച്ചോളും. നല്ല കമ്പനിയാ. എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. പൈസ ഇടാല്ലേ? ഒന്നും നോക്കാനില്ല. ധൈര്യത്തിലിട്ടോ. നിങ്ങളെയൊക്കെ വിശ്വസിച്ചാണ് ഞാൻ ഇതിൽ നിക്ഷേപിക്കുന്നത്. നാളെ തന്നെ കേട്ടോ. എന്നാലും 20 ലക്ഷം രൂപ നീ ആ കമ്പനി നിക്ഷേപിച്ചു അല്ലേ? ഓ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഹേ, ഒരു കുഴപ്പമില്ല. നല്ലൊരു ഇന്റർനാഷണൽ കമ്പനിയാ. നിന്റെ അച്ഛൻ്റെ വാക്കിനൊന്നും നീ ഒരു വിലയും കൊടുത്തില്ല. ഇനി ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നീ എന്നോട് വന്ന് പറയരുത്. മനസ്സിലായോ? മേഡം ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ വളരെ കഷ്ടപ്പെട്ട അനീഷ് എന്ന പയ്യനെ പരിചയപ്പെടുത്തി തന്നത്. ആളെ പിടിച്ചു തന്നാ കമ്മീഷൻ തരാമെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞല്ലേ. എന്നിട്ടെന്താ ഇതുവരെ ഒന്നും തരാത്തേ? അയാളുടെ കയ്യിൽ നിന്ന് 20 ലക്ഷം രൂപ നിങ്ങളുടെ കമ്പനിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കമ്മീഷനും കിട്ടിയിട്ടുണ്ട്. അതെ, അതിനെ നിങ്ങൾ 30% കമ്മീഷൻ വാങ്ങിയില്ലേ? അതിൽ നിന്നൊരു പങ്ക് എനിക്ക് തരണമെന്നാ പറഞ്ഞത്. മേഡം, നിങ്ങൾ വാക്ക് പാലിക്കണം. ഞാനിപ്പോ ഒരു 50,000 രൂപ ഗൂഗിൾ പേ ചെയ്ത് തരാം. 50,000 രൂപയോ? അതൊന്നും പറ്റില്ല. മോശം. എൻ്റെ ഒരു ഉറ്റ സുഹൃത്തിനെ ഞാൻ ചതിച്ചത്. ഉള്ള കള്ളത്തരം മുഴുവൻ പറഞ്ഞിട്ടാ അവൻ ഈ പൈസ അതിലിട്ടത്. 2 ലക്ഷം രൂപയെങ്കിലും എനിക്ക് കിട്ടണം. എന്നാലേ ഞാൻ കഷ്ടപ്പെട്ടതിന് കാര്യം ഉണ്ടാവും. മോശം. ഞാനിപ്പോ 1 ലക്ഷം രൂപ തരാം. 1 പക്ഷേ ലക്ഷം ഉള്ളൂ. എനിക്ക് ഇനി ഇതുപോലത്തെ വർക്കൊക്കെ പിടിച്ച് തരണം. അത് ഞാൻ ഏറ്റു. പക്ഷേ പൈസ എനിക്ക് റെഡിക്ക് തരണം. ശരി.